ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. രാഹു മേടം രാശിയിലെ അശ്വതി നക്ഷത്രത്തിൽ നിന്നും മീനം രാശിയിലെ രേവതി നക്ഷത്രത്തിലേക്കും, കേതു തുലാം രാശിയിലെ ചിത്ര നക്ഷത്രത്തിൽ നിന്നും കന്നി രാശിയിലെ ചിത്ര പകുതി ഭാഗത്തേക്കുമാണ് സഞ്ചാരം തുടരുന്നത്. രാഹു ഇനി സഞ്ചരിക്കാൻ പോകുന്ന രാശിയായ മീനത്തിൻ്റെ അധിപതി വ്യാഴവും, കേതു സഞ്ചരിക്കാൻ പോകുന്ന കന്നി രാശിയുടെ അധിപതി ബുധനുമാണ്. ഇവ കൂടാതെ രേവതി നക്ഷത്രത്തിൻ്റെ അധിപതി ബുധനും ചിത്തിര നക്ഷത്രത്തിൻ്റെ അധിപതി കുജനുമാണ്. രാഹു കേതുക്കൾ ആരുടെ രാശിയിൽ സഞ്ചരിക്കുന്നുവോ ആ രാശിയുടെ അധിപതികളുടെയും ആരുടെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുവോ ആ നക്ഷത്രത്തിൻ്റെ അധിപതികളുടെയും ഗുണദോഷ ഫലങ്ങൾ നൽകപ്പെടുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. രാഹുകേതു മാറ്റത്തിൻ്റെ ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടത് നന്നായിരിക്കും. ഒന്നാമതായി, ഒരു വ്യക്തിയുടെ ജനന സമയത്തുള്ള ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ജാതകത്തിൽ രാഹുകേതുക്കളുടെ ബലം അനുസരിച്ചാണ് ഫലം കിട്ടുന്നത്. രണ്ടാമതായി, ഈ പ്രാവശ്യത്തെ രാശി മാറ്റത്തിൽ ബുധൻ, വ്യാഴം, മന്ദൻ, കുജൻ, ചന്ദ്രൻ, രവി എന്നീ ഗ്രഹങ്ങളുടെ രാശിയിലും നക്ഷത്രത്തിലും കൂടിയാണ് രാഹുകേതുക്കൾ സഞ്ചരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലുള്ള ഈ ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ചാണ് ഫലം വിലയിരുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഫലപ്രവചനത്തിന് ഗുണദോഷ ഫലങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ രാശിഫലം അനുസരിച്ച് മേടം രാശിയിൽ നിൽക്കുന്ന രാഹുവാണ് ഈ വർഷം മീനം രാശിയിലേക്ക് മാറുന്നത്. കേതു അതോടൊപ്പം തുലാം രാശിയിൽ നിന്ന് കന്നി രാശിയിലേക്ക് മാറുന്നു. മേടം രാശിക്കാർ പൊതുവെ ബന്ധുക്കളിൽ നിന്ന് ഗുണങ്ങൾ അനുഭവിക്കാൻ സാധ്യത കുറവുള്ളവരാണ്. കലകളിൽ തൽപരരായിരിക്കും ഭൂരിഭാഗം പേരും. എല്ലാവരോടും സ്നേഹ കൂടുതലായിട്ടുള്ളവരും ഇതിനിടയിൽ കാണാറുണ്ട്. കോപം അധികരിച്ചവരും, അതായത് ദേഷ്യം വരുന്നവരും ഈ കൂട്ടറിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സ്വന്തം അഭിപ്രായം അനുസരിച്ചേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. നേതൃത്വ ഗുണം ഉള്ളവരായിരിക്കും. ചിലർ സഞ്ചാരപ്രിയരും ഭക്ഷണപ്രിയരുമായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശുഭാപ്തി വിശ്വാസവും ഉള്ളവരായാണ് കൂടുതൽ പേരും. ഇവരിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ പെട്ടെന്നുള്ള കോപം, വൈരാഗ്യം, സഹനശക്തി ഇല്ലായ്മ ഇവ ഉണ്ടാവും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചാൽ സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിക്കാനുമാവും. ഈ വർഷത്തെ രാശിമാറ്റം കൊണ്ട് പൊതുവെ ഗുണഫലങ്ങൾ ഏറി നിൽക്കുന്ന കാലമാണ് മേടക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. ഇതുവരെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന രാഹു അതിൻ്റെ 12ാം ഇടമായ വ്യയസ്ഥാനത്ത്, അതായത് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ധനച്ചെലവ് പ്രതീക്ഷിക്കാം. ഈ രാശിയിലുള്ള എല്ലാ പ്രായക്കാർക്കും വിദ്യാഭ്യാസത്തിനായാലും വിവാഹത്തിനായാലും ഗൃഹനിർമ്മാണത്തിനായാലും ചിലവുകൾ ഉണ്ടാവുന്നൊരു കാലഘട്ടമാണ്. ദീർഘകാലമായി വിവാഹം നടക്കാത്തവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കും. വിദേശങ്ങളിൽ
തൊഴിലിൻ്റെ ആവശ്യത്തിന് പോകാനിരിക്കുന്നവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് പ്രാപ്യമാവും. ഗൃഹനിർമ്മാണം നിർത്തിവച്ചിട്ടുള്ളവർക്ക് പുനരാരംഭിക്കാനും കഴിയും. വിദേശ ജോലി, ബിസിനസ് എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രമോഷനോ സ്ഥലം മാറ്റമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ താമസിക്കുന്ന ഗ്രഹം മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള ഇടം ഉണ്ടാകും. സന്താന ഭാഗ്യത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹയോഗം, തൊഴിൽ അഭിവൃദ്ധി എന്നിവയാണ് ഈ വർഷത്തെ രാഹുകേതു മാറ്റത്തിൻ്റെ ഒരു നല്ല ഫലം. അടുത്ത വർഷത്തെ വ്യാഴമാറ്റം കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയും ഉണ്ടാകും. കേതു 6-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. വളരെയധികം ഗുണമാണിത്. കുടുംബ ബന്ധങ്ങൾ വളരെ നല്ലതായി കാണാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് നേട്ടം ഉണ്ടാകാനും ശത്രുക്കളെ പൊതുവിൽ ജയിക്കാനും ആകും. രോഗശമനം ഉണ്ടാകും. കടബാധ്യത ഉണ്ടായിരിക്കുന്നവർക്ക് അത് നിവർത്തിഭാവത്തിൽ ആവും. ദാമ്പത്യ ബന്ധത്തിൽ ഉലർച്ചയുണ്ടായിരുന്നവർക്കും അവ പരിഹരിക്കപ്പെടും. പൊതുവെ ക്ലേശങ്ങൾ ഒഴിയും. കേതു പൊതുവെ അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കും. പുനർവിവാഹ യോഗത്തിന് സാധ്യതയുള്ള സമയമാണ്. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടുമെന്നർത്ഥം. ഇടവക്കൂറ്. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തരയും അടങ്ങിയ ഇടവക്കൂറുകാർ പൊതുവെ ഭരണകാര്യങ്ങൾ താല്പര്യമുള്ളവരായിരിക്കും. സുഖജീവിതത്തിന് താല്പര്യരാണ് ഇവർ ഭൂരിഭാഗം പേർക്കും. നല്ല അറിവുള്ളവരും പക്വതയുള്ളവരും ഈ കൂട്ടത്തിൽ കാണാറുണ്ട്. ജീവിതത്തിൻ്റെ പകുതി ഭാഗത്തും പിന്നെ വാർദ്ധക്യത്തിലും സുഖ അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ് ഇക്കൂട്ടർ. വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഉന്നതങ്ങളിൽ എത്തുന്ന ഇടവക്കൂറുകാരെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. വേണ്ടത്ര ആരോഗ്യം, ആകർഷണശക്തി എന്നീ ഗുണഗണങ്ങൾ ഇവർക്ക് കൈമുതലായിട്ടുണ്ടാകും. ഇവരിൽ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടുന്നവർ സ്വന്തമായി ഇടപാടുകൾ നടത്തുന്നതാണ് ഉത്തമം. കലാപ്രവർത്തനം, എഴുത്ത് മേഖലകൾ, ബിസിനസ് ഇവയിൽ ഇവർ ശോഭിക്കും. വളരെയധികം ഈശ്വരവിശ്വാസം ഇവർക്ക് എല്ലാവിധ ഉയർച്ചയിലേക്കും എത്താൻ കാരണമാകും. ഈ വർഷത്തെ രാഹു കേതു മാറ്റം ഇടവം രാശിക്കാർക്ക് ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. ജ്യോതിഷത്തിന്റെ പൊതുതത്വപ്രകാരം ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് വരാനിരിക്കുന്നത്. ഇവരുടെ സകല പ്രവർത്തനങ്ങൾക്കും ലാഭകരമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മികവ് വരാനുള്ള സമയമാണ്. വിവാഹ കാര്യങ്ങൾ ദീർഘകാലമായി ആലോചന നടത്തുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സമയമാണ്. ബിസിനസ്സിൽ ലാഭം ഇരട്ടിയാകാനുള്ള സമയം. സിനിമ, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന സമയം. ഗൃഹനിർമ്മാണത്തിൽ തടസ്സം മാറി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്ന സമയവുമാണിത്. വാഹനം വാങ്ങാനുള്ള സമയം ഈ രാശിക്കാർക്കുണ്ട്. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയോ മനസ്സന്തോഷത്തിന് വേണ്ടിയോ ദീർഘദൂര യാത്രകൾ നടത്താനുള്ള സമയം കൂടിയാണിത്. മറ്റ് കലാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൃപ്തികരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തിയവർക്ക് അവ തിരികെ ലഭിക്കുന്ന സമയം. പക്ഷേ ഇടവം രാശിക്കാർക്ക് 5-ാം ഭാവത്തിലെ, അതായത് കന്നിയിലേക്ക് കേതു വരുന്നത് വളരെ അനുകൂലമായിട്ട് കരുതാൻ കഴിയില്ല. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അവ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടും അനുഭവപ്പെടാം. പേരക്കുട്ടികളുടെ വിവാഹം നടക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇടവൻ രാശിക്കാർക്ക് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയമാണ്. മിഥുനക്കൂറ്. മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തി മുക്കാലും ചേർന്ന മിഥുനക്കൂറുകാരുടെ പൊതുസ്വഭാവം ശുഭാപ്തി വിശ്വാസമുള്ളവരാണിവർ എന്നുള്ളതാണ്. ഉത്സാഹശീലരും പ്രവൃത്തികളിൽ വിജയിക്കുന്നവരുമാണിവർ. എടുത്തുചാട്ടം എന്ന ദുസ്വഭാവം ഈ കൂട്ടർക്ക് ഉണ്ടാകാറുണ്ടെങ്കിലും പൊതുവെ ഭാഗ്യമുള്ള കൂട്ടത്തിലാണിവർ.
ചില കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് അവ നടപ്പിൽ വരുത്തുവാനുള്ള കഴിവ് ഈ രാശിക്കാർക്കുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ഇടപെടാൻ ഈ രാശിക്കാർക്ക് സാധിക്കും. കലകളിൽ പ്രാവീണ്യവും സഞ്ചാരപ്രിയരുമാണ്. വിജയകരമായി കുടുംബജീവിതം നയിക്കുന്നവരും സത്യസന്ധരുമാണിവർ. അന്യരാൽ ചില അവസരങ്ങളിൽ ഇവർ കബളിപ്പിക്കപ്പെടാറുമുണ്ട്. സമ്പത്ത്, വിദ്യ ഇവയാൽ അനുഗ്രഹീതരാണ് മിഥുനക്കൂറുകാർ. മിഥുനം രാശിക്കാർക്ക് ഈ വർഷത്തെ രാശിമാറ്റം കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലേക്കാണ്. പാപഗ്രഹങ്ങൾക്ക് കേന്ദ്രസ്ഥാനം ഉത്തമമെന്ന ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. പുതുതായി ജോലി തേടുന്നവർക്ക് അവ ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കും. ശനിയുടെ ഭാഗ്യസ്ഥാനത്ത് നിലകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുവാൻ ഇതിനേക്കാൾ നല്ല അവസരം ഇനി വരാനില്ല. പഠനത്തിൽ മുന്നേറ്റം വിദ്യാർത്ഥികൾക്കുണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യയോഗവും ഭാഗ്യപരീക്ഷണങ്ങൾ വിജയവും പ്രതീക്ഷിക്കാം. 4ാം ഭാവത്തിലെ കേതു അനിഷ്ടപ്രദനാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധയോടെ തന്നെ അവ കൈകാര്യം ചെയ്യണം. വസ്തുവകളുടെ ഉടമ്പടി രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ ഉടമ്പടി വയ്ക്കുന്നവർ അതിൻ്റെ കൃത്യമായ പകർപ്പും കാര്യങ്ങളൊക്കെ വേണ്ടവിധം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക. ജോലി സംബന്ധമായിട്ടുള്ള താമസം മാറാനുള്ള ഇടയുമുണ്ട്. വാഹനങ്ങൾ, വസ്തു ഇവയൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രാശിമാറ്റത്തിൽ വിൽപ്പനയാണ് കൂടുതൽ നടക്കുന്നത്. വാങ്ങലിനേക്കാളും കുറെ കൂടെ വിൽപ്പനയായിരിക്കും കൂടുതൽ നടക്കുന്നതെന്ന് അർത്ഥം. കർക്കിടകം രാശി. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉന്നത നിലവാരം പുലർത്തുന്നവരും ജലസംബന്ധമായിട്ടുള്ള തൊഴിലിൽ ശോഭിക്കുന്നവരുമായിരിക്കും. പക്ഷെ ഇവർക്ക് ഐശ്വര്യം സ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കുകയില്ല. സുഖജീവിതത്തിലുള്ള അമിതമായ താല്പര്യം, തീരുമാനങ്ങൾ പെട്ടെന്ന് മാറിമറിച്ചുകൊണ്ടിരിക്കുന്നാലും എല്ലാ കാര്യത്തിലും ഒരു ഏറ്റക്കുറച്ചുകൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് കാണാറുണ്ട്. ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ മിക്കതും വിജയത്തിൽ എത്തിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. ഇതുമൂലം ധാരാളം ശത്രുക്കളെയും അവർ സമ്പാദിക്കാറുണ്ട്. സ്വതന്ത്രശീലം ഇവരുടെ കൂടപ്പിറപ്പാണ്. പണമിടപാട് കാര്യങ്ങൾ ഈ രാശിക്കാർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഈ വർഷത്തെ രാഹു-കേതു മാറ്റത്തിൽ കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യഭാവത്താണ്, അതായത് 9ാം ഭാവത്തിലേക്കാണ് രാഹു എത്തുന്നത്. അഷ്ടമ രാശിയിലുള്ള ശനിയുടെ സ്വാധീനം വളരെയധികം കൂടി നിൽക്കുന്ന സമയമാണ്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കോ വിദേശ ജോലി സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്കോ അതിനുള്ള സാധ്യത തുറക്കും. മനസ്സുഖം പൊതുവെ കുറഞ്ഞിരിക്കാനുള്ള സാധ്യത ഉണ്ട്. കേതു 3ലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് സഹായസ്ഥാനം ബലപ്പെടും. കേതു പല നേട്ടങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. ശരിക്കു പറഞ്ഞാൽ കർക്കിടകം രാശിക്കാർക്ക് എല്ലാവിധ സംരക്ഷണവും കേതുവിൽ നിന്ന് ലഭിക്കാനാണ് വളരെ സാധ്യത. 8ൽ ശനിയും 9ൽ രാഹുവും 10ൽ ഗുരുവും സഞ്ചരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് അടുത്ത വർഷത്തെ ഗുരു 11ലേക്കുള്ള മാറ്റമാകുമ്പോൾ ആശ്വാസകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. ചിങ്ങം രാശി. ആരോഗ്യപരമായിട്ട് ഭാഗ്യമുള്ളവരാണിവർ. മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഏത് കാര്യത്തിനും ഒരു അംഗീകാരം നേടിയെടുക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും. ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ ഇവർക്ക് കുറവായിരിക്കും. പക്ഷേ സ്വന്തം മാതാവിനോട് ബഹുമാനവും സ്നേഹവും പുലർത്തുന്നവരാണിവർ. ഈ രാശിക്കാരുടെ മുൻകോപവും അനാവശ്യമായിട്ടുള്ള വാശിയും നിമിത്തം പല നല്ല അവസരങ്ങൾ പരാജയപ്പെടുകയും നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അഭിമാനത്തിന് ക്ഷതമേറ്റാൽ ഈ രാശിക്കാർക്ക് അത് താങ്ങാനുള്ള കരുത്ത് ഉണ്ടാകാറില്ല. ചിങ്ങക്കൂറുകാർക്ക് ആയുർഭാവമായ അഷ്ടമത്തിലേക്കാണ്, അതായത് 8ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. 7ൽ ശനി, അതായത് ചിങ്ങക്കൂറുകാർക്ക് 7ൽ ശനിയാണ്, 8ൽ രാഹുവാണ്, 2ൽ കേതു. ഈ ഒരു അവസ്ഥ മൊത്തത്തിൽ ഗുണകരമാണെന്ന് പറയാൻ കഴിയില്ല. ധനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരടുത്ത് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക.
അനാവശ്യമായിട്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വാക്ക് മൂലം ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിത്രങ്ങൾ പോലും ശത്രുക്കളാവാനുള്ള സാധ്യതയുണ്ടെന്നർത്ഥം. രോഗാവസ്ഥകൾ പലതും പ്രത്യക്ഷപ്പെടാം. മന്ദത, അലസത ഇവ ഉണ്ടാവാം. ഇവയൊക്കെ കൊണ്ട് തന്നെ പ്രവർത്തന മേഖലയും മന്ദീഭവിക്കാം. ജോലിസ്ഥലത്ത് പലവിധ മാറ്റങ്ങളോ പ്രമോഷനുമായിട്ടുള്ള സാധ്യതകൾ മാറ്റിവെക്കപ്പെടുകയോ ചെയ്യപ്പെടും. പുതിയ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ കാര്യം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അറിവുള്ളവരുമായിട്ട് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. ഇവിടെ 9ാം ഭാവത്തിലെ ഗുരു അടുത്ത വർഷം കാൽഭാവത്തോടു കൂടി അനുകൂലമായിട്ട് തീരും. അതാണ് ഏറ്റവും നല്ല ഗുണം. കന്നിരാശി. ഉത്രത്തെ മുക്കാലും അത്തവും ചിത്രത്തരയും ചേർന്ന കന്നിക്കൂറുകാരുടെ പൊതുവായുള്ള സ്വഭാവത്തിൽ അവരുടെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവരായിരിക്കും. ഇവർ വലിയ സംസാരപ്രിയരല്ല. ഇവരുടെ ചില പ്രവൃത്തികൾ അതിൻ്റെ ഗൗരവസ്ഥിതി അറിയാതെയുള്ള പ്രവർത്തനം മൂലം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. അന്യരുടെ സ്വത്ത് ലഭിക്കാൻ ഇവർക്ക് ഇടയാകും. നിയമം, ശാസ്ത്രം, കലകൾ, സംഗീതം ഇവയിലേക്ക് ശോഭിക്കുന്നവരാണിവർ. ബന്ധുജനങ്ങളോട് സ്നേഹമുള്ളവരാണിവർ. ഇവരിൽ മിക്കവർക്കുടെയും ഉയർച്ച വിവാഹശേഷമായിരിക്കും. ചിട്ടയായ ജീവിതം കൊണ്ട് മികച്ച ആരോഗ്യം പുലർത്തുന്നവരുമായിരിക്കും കന്നി രാശിക്കാർ. കന്നിക്കൂറുകാർക്ക് രാഹു കേതു മാറ്റം നിവർത്തിഭാവത്തിൽ, അതായത് 7ാം ഭാവത്തിലാണ് രാഹു വരുന്നത്. ദീർഘകാലമായിട്ട് വിവാഹിതരാകാൻ ശ്രമിക്കുന്നവരുടെയുള്ള വിവാഹം നടക്കും. വിദേശവാസത്തിനും അതുവഴിയുള്ള ജോലി സാധ്യതയ്ക്കുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താനഭാഗ്യം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ദീർഘദൂര യാത്രകൾ ക്ലേശം ഉണ്ടാക്കുമെങ്കിലും കുറേയേറെ ഗുണവും ഉണ്ടാക്കും. 2024 വ്യാഴമാറ്റത്തോടുകൂടി അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. പക്ഷേ കന്നിരാശിയിൽ തന്നെ നിൽക്കുന്ന കേതു മനപ്രയാസത്തിനും അലസതയ്ക്കും കാരണക്കാരനാകും. ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവേ ഉള്ള ധൈര്യം കുറയും. അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി മെച്ചപ്പെട്ട ഗുണങ്ങൾ തന്നെ അനുഭവിക്കാൻ ഇടയാകും. തുലാം രാശി. ചിത്രത്തരയും ചോദ്യയും വിശാഖത്തി മുക്കാലും അടങ്ങിയ തുലാം രാശിക്കാർ ഈശ്വര വിശ്വാസികളും വിദ്യ കൈമുതലായിട്ടുള്ളവരുമായിരിക്കും. പൊതുജന സേവനത്തിനും കലാപ്രവർത്തനത്തിനും കലാ ആസ്വാദനത്തിനും ഇവർക്ക് താല്പര്യമുണ്ടാകും. പരാജയങ്ങൾ കീഴടങ്ങുന്നവരല്ല ഇവർ. വിജയം വരെ പരിശ്രമിക്കാനുള്ള താല്പര്യം ഇവർ എപ്പോഴും പ്രകടിപ്പിക്കും. അന്യരെ സഹായിക്കാൻ ഉള്ള മനസ്ഥിതിയുള്ളവരാണിവർ. മറ്റുള്ളവരോട് തന്നെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരാണിവർ. അന്യരോട് ബഹുമാനം കാണിക്കുന്നവരാണിവർ. അങ്ങനെ ഇതെല്ലാം കൈമുതലായിട്ടുള്ള മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കുന്നവരുമാണിവർ. സ്വന്തം കാര്യത്തിനായിട്ട് അമിതമായി ധനം ചിലവാക്കുന്നവരാണ് ഈ രാശിക്കാരിൽ ഏറികൂറും. വൈദ്യമേഖല, കണക്കുമായിട്ട് സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ടുള്ള അനുബന്ധിച്ച ബിസിനസ്സുകൾ ഇവയൊക്കെ ഇവർക്ക് ശോഭിക്കും. തുലാക്കൂറിൽ 6ാം ഭാവത്തിലേക്കാണ് രാഹു ഈ വർഷം മാറുന്നത്. രാഹു ഗുണഫലങ്ങൾ ധാരാളമായിട്ട് നൽകും. കേസ് വഴക്കിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും. കടബാധ്യത കുറയും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ധനം സമാഹരിക്കുകയും അവ ചെലവഴിക്കുകയും ചെയ്യും. ശത്രുക്കളെ ഒഴിവാക്കാനാകും. ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പുരോഗതിയും അനുഭവപ്പെടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള സമയം കൂടിയാണിത്. പക്ഷേ 12ാം ഇടത്തിലെ കേതുവിനെ വളരെ ശ്രദ്ധിക്കണം. കൂടാതെ 2024 വ്യാഴമാറ്റം അതും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേതു ഈ രാശിക്കാർക്ക് അധിക ചിലവ് ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ള അനുയോജ്യമായിട്ടുള്ള സമയം കൂടി ആണ്. വൃശ്ചികം രാശി. മനസ്സിന് ദൃഢത കുറഞ്ഞവരും ബുദ്ധിമാന്മാരും ആരോഗ്യമുള്ളവരുമായിരിക്കും. പൊതുവെ അഹംഭാവികളെന്നുള്ള പേരുദോഷം കേൾക്കാൻ ഇടയുള്ളവരാണിവർ. സ്വന്തമായിട്ട് എന്ത് കാര്യവും ചെയ്യുന്നതിനും ഇവർക്ക് മടിയില്ലായിരിക്കും.
പരസഹായം വേണ്ടുവോളം ചെയ്യും എങ്കിലും തിരികെ യാതൊരു ഗുണവും ഇവർക്ക് ലഭിക്കാറില്ല. നീതിമാന്മാരായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേരും. ചെറിയ രോഗങ്ങൾക്ക് അടിമകളുമായിരിക്കും. പലർക്കും ബന്ധുബലം കുറവായിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. സ്വന്തമായി ആലോചന കൂടാതെയുള്ള പ്രവർത്തനം ചിലർക്ക് ദോഷം ചെയ്യും. ഇവർ ഏത് കാര്യത്തിനും മധ്യസ്ഥ സ്ഥാനത്ത് വഹിച്ചു കഴിഞ്ഞാൽ, മധ്യസ്ഥനായിട്ട് നിന്നു കഴിഞ്ഞാൽ ആ കാര്യം ശുഭമാകും. കൂടാതെ നിഗൂഢ രഹസ്യങ്ങൾ, വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഈ കൂട്ടർക്കുണ്ട്, ഈ രാശിക്കാർക്കുണ്ട്. ഈ വർഷത്തെ രാഹുകേതു മാറ്റത്തിൽ രാഹു വൃശ്ചികം രാശിക്കാർക്ക് മന്ത്രസ്ഥാനമായ 5-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. മനോനിയന്ത്രണമാണ് ഈ രാശിക്കാർക്ക് ആദ്യം വേണ്ടത്. രാഹു പെട്ടെന്ന് മനസ്സിനെ ചഞ്ചലത്തിനാക്കും. മുതിർന്നവർക്ക് അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം. കൗമാരക്കാരായ വൃശ്ചികം രാശിക്കാർ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ മുതിർന്നവരുടെ സഹായം തേടേണ്ടതാണ്. അങ്ങനെയുള്ള സമയം കൂടിയാണ്. ഗുരു 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ലാത്തതിനാൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട സമയമാണെന്നർത്ഥം. 11-ാം ഭാവത്തിലെ കേതു ഗുണഫലം നൽകും. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കും. നിക്ഷേപങ്ങൾ നടത്തും. വീട്, വാഹനം പോലെയുള്ളവർക്ക് വാങ്ങിക്കാനുള്ള ഇടയാകും. ജോലിയിൽ ഉയർച്ച ഉണ്ടാക്കും. വിദേശ ജോലിയോ വിദേശ വിദ്യാഭ്യാസമോ ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിൽ വരും. ഈശ്വരാനുഗ്രഹം വേണ്ടുപോലെ ലഭിക്കും. 2024 വ്യാഴമാറ്റം കൂടിയാകുമ്പോൾ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും. ധനുരാശി പൊതുവെ ഭാഗ്യവാന്മാരായും പരിശ്രമശാലികളുമായിട്ടാണ് കാണാറുള്ളത്. അറിവുള്ളവരും കാര്യശേഷിയുള്ളവരും വിദ്യ കൈമുതലായിട്ടുള്ളവരുമായിരിക്കും ഭൂരിഭാഗം പേരും. ഇതിനാൽ തന്നെ ഉയർന്ന നിലയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടാകാറുണ്ട്. കലകളിലും ശാസ്ത്രത്തിലും തൽപരരും ഒരു കാര്യം പൂർത്തീകരിച്ച ശേഷം അടുത്ത കാര്യത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഇവരുടെ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം. ധനുരാശിക്കാർക്ക് 4-ാം ഇടമായ സുഖസ്ഥാനത്തേക്കാണ് രാഹു മാറുന്നത്. 5-ാം ഇടമായ മേടത്തിലെ ഗുരു പൂർണ്ണമായിട്ടും ഗുണഫലം തരും എന്നുള്ളതിനാൽ അടുത്ത വ്യാഴമാറ്റം വരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വാങ്ങുന്നവർക്കും പണിയുന്നവർക്കും അത് പൂർത്തീകരിക്കാനുള്ള സമയമുണ്ടാകും. വാഹനം വാങ്ങാൻ നല്ല സമയമാണ്. സഹായസ്ഥാനത്ത് നിൽക്കുന്ന ശനി അനുകൂലനാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകണം. നിങ്ങളുടെ തൊഴിലിനെയും സമ്പാദ്യത്തെയും വരവ് ചെലവ് കണക്കുകളെയും നിയന്ത്രിക്കുന്നതിൽ കേതു ഒരു സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കും. തൊഴിലിൽ പ്രമോഷൻ കിട്ടുകയോ മറ്റു തൊഴിലിലേക്ക് മാറുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾക്കായി ധനം ചിലവിടാനുള്ള സാധ്യതയുള്ള സമയമാണ്. തീർച്ചയായിട്ടും സഹായസ്ഥാനത്ത് ശനിയും 5-ലെ വ്യാഴവും ഗുണകരമായിട്ടുള്ള അവസ്ഥ ധനുരാശിക്കാർക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്യും. മകരം രാശി തിരുവോണവും അവിട്ടത്തരയും അടങ്ങിയ മകരക്കൂറുകാർ പൊതുവെ താഴ്മയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. എന്നാൽ ചിലർ അലസരും ധനക്ലേശം അനുഭവിക്കുന്നവരായിട്ടും കണ്ടുവരാറുണ്ട്. കുടുംബഭാരം അനുഭവിക്കുന്നവരും ധനം മിച്ചം വയ്ക്കുവാൻ സാധിക്കാത്തവരുമാണ് അധികവും. കൂടുതൽ അധ്വാനിക്കുക, കുറഞ്ഞ പ്രതിഫലം നേടുക, ഇങ്ങനെ ചെയ്യുന്നവരാണ് ഇവരിൽ കൂടുതൽ. ഇവയൊക്കെയാണെങ്കിലും അധികം മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഇവർ മടി കാണിക്കാറുമുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തികരമായിട്ട് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് മകരം രാശിക്കാർ. മകരം രാശിക്കാർക്ക് സഹായസ്ഥാനമായ 3-ാം ഭാവത്തിലേക്കാണ് രാഹുമാറ്റം. വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം വരുവാൻ ഇടയുള്ള നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. അടുത്ത വർഷത്തെ വ്യാഴമാറ്റവും കൂടി ആകുമ്പോൾ
മകരം രാശിക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ ഇടയാകും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനാകും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കും. സന്തതികളെ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകും. കൂടാതെ വിവാഹം ആലോചിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. മെച്ചപ്പെട്ട ആരോഗ്യം പ്രതീക്ഷിക്കാം. ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം പല കാര്യങ്ങൾക്കും ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകും. പൊതുവെ ഗുണകരമായിട്ടുള്ള കാലഘട്ടമാണ് മകരം രാശിക്കാർക്കുള്ളത്. കുംഭം രാശി. അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലും അടങ്ങിയ കുംഭക്കൂറുകാർ പ്രതാപത്തോടു കൂടിയവരും അധ്വാനം ചെയ്യുന്നവരുമായിരിക്കും. പല തൊഴിലുകളിലും ചെയ്ത് പരാജയപ്പെടുന്ന ഇവർക്ക് നിരാശാബോധം ഉണ്ടാവാറില്ല. ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഉയർച്ച ഉണ്ടാകുന്നത്. ഈ രാശിക്കാർ അധികവും പേരും അന്യദേശവാസം കൊണ്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അടിയുറച്ച ഈശ്വരവിശ്വാസികളും ശുഭപ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നവരും ആണ് ഈ രാശിക്കാർ അധികവും. ഇവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാന കാര്യവും ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. കുംഭം രാശിക്കാർക്ക് വാഗ്ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്കാണ് രാഹു മാറ്റം സംഭവിക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിയായതിനാൽ ധനത്തിനുള്ള ബുദ്ധിമുട്ട് കുറയും. കൂടാതെ വ്യാഴം സഹായസ്ഥാനത്തുമാണ്. കുടുംബജീവിതത്തിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം ആരംഭിച്ചവർക്ക് പൂർത്തിയാക്കാൻ കഴിയും. ജോലി സംബന്ധമായിട്ട് അന്യദേശത്ത് പോകാനുള്ള സാധ്യത തെളിയും. വിദ്യാർത്ഥികൾക്ക് ദൂരദേശങ്ങളിൽ പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അവ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ വന്നാൽ കൂടി വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് രാഹു മാറ്റത്തിൽ കൂടിയും ഉണ്ടാകുന്നത്. അഷ്ടമത്തിലെ കേതു ഗുണഫലങ്ങൾ തരുന്നത് കുറയ്ക്കാൻ ഇടയാകും. കേതു അലസതയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. രോഗകാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മീനം രാശി. പൂരുട്ടാതി കാലം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനക്കൂറുകാർ ആരോഗ്യവും സൗന്ദര്യവും സഹകരണ മനോഭാവവും കൂട്ടുപ്രവർത്തനത്തിൽ താല്പര്യവും ഉള്ളവരായിരിക്കും. അന്യരുടെ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഇവർക്ക് പ്രസിദ്ധിയും ജനസമ്മതിയും ഉള്ളതായിട്ടാണ് കാണാറ്. വിവാഹ ജീവിതത്തിൽ വളരെ പക്വതയോടെ ജീവിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധം തകരാറിലാവാൻ വളരെ പെട്ടെന്ന് സാധ്യതയുള്ള രാശിക്കാരാണ് മീനം രാശിക്കാർ. കാരണം ചില സമയങ്ങളിൽ വളരെ പരുഷമായ വാക്കുകൾ ഉച്ചരിക്കാൻ ഇവർ മടി കാണിക്കാറില്ല. പക്ഷെ ഇവർക്കധികം ശത്രുക്കൾ ഉണ്ടാകാറില്ല. എല്ലാവരോടും സ്നേഹമായിട്ട് പിന്നെ പെരുമാറാനും അവർക്കറിയാം. ഇതുവരെ മീനം രാശിയുടെ 2-ാം ഭാവത്ത് നിന്ന് രാഹുവാണ് മീനം രാശിയിലേക്ക് മാറുന്നത്. മേടത്തിൽ രാഹു നിന്നതിൻ്റെ അത്രയും പ്രശ്നങ്ങൾ ഇനി വരാൻ ഇടയില്ല. എന്നാലും ഫലങ്ങൾ ഏറെക്കുറെ കുംഭം രാശിയുടേത് പോലെ തന്നെ അനുഭവിക്കാനുള്ള സാധ്യതയാണ്. 2-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഹായം ഇവർക്ക് ലഭിക്കും. ലാഭാധിപതിയും വ്യയാധിപതിയുമായിട്ടുള്ള ശനി 12-ൽ നിൽക്കുന്നത് കൊണ്ട് ധനം വരവുണ്ടാവും. അതിനനുസരിച്ച് തന്നെ ചെലവും ഉണ്ടാവുന്നതായിട്ടുള്ള ഉണ്ടാവും. അത് തന്നെ പ്രതീക്ഷിക്കാം. ഗൃഹാരംഭത്തിന് തുടക്കം കുറിച്ചവർക്ക് പൂർത്തീകരിക്കാനാകും. ചിലപ്പം വൃഥാ പഴി കേൾക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. വേണ്ടപ്പെട്ടവർ പോലും ചിലപ്പോൾ ശത്രുക്കൾ പോലെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിലുള്ള ഉലച്ചിലും പ്രതീക്ഷിക്കാം. മീനം രാശിയുടെ 7-ാം ഭാവത്തിലെ കേതുവിൻ്റെ നിൽപ്പ് സുഖകരമായ അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. കുറച്ച് പ്രശ്നമുള്ളതാണ് മീനം രാശിയുടെ 7-ാം ഭാവത്തിലെ കേതുവിൻ്റെ നിൽപ്പ്. വളരെ ശ്രദ്ധയോടെ ഈശ്വരഭക്തിയോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും മീനം രാശിക്കാരുടെ
നിലവിലെ പ്രശ്നങ്ങൾ, ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനാവും. എങ്ങനെയുള്ള ജാതകമായാലും നമുക്ക് ഓരോരുത്തർക്കും ദുഃഖ ദുരിതത്തിൽ നിന്നും കരകയറുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഏറ്റവും സുന്ദരമായ ജീവിതവുമായി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതാണ് നമ്മുടെ സ്വപ്നവും. അതിനു വേണ്ടിയുള്ള ആരാധനാക്രമങ്ങൾ കൂടി അടുത്ത് സൂചിപ്പിക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഹുകേതുക്കളുടെയും വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങളുടെയും നിങ്ങളുടെ ജാതകത്തിലെ ബലമനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരാം. രണ്ടാമതായി ദശ അപഹാരകാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ. മേടം രാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും, ഇടവൻ രാശിക്കാർ ചാമുണ്ഡി ഗണപതി ക്ഷേത്രത്തിലും, മിഥുനം രാശിക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും, കർക്കിടകം രാശിക്കാർ ശാസ്താവ് അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലും, കൂടാതെ നാഗക്ഷേത്രത്തിലും, ചിങ്ങം രാശിക്കാർ നാഗദൈവങ്ങളെയും ചാമുണ്ഡി ദേവിയെയും, കന്നി രാശിക്കാർ ഗണപതി നാഗദൈവങ്ങൾ എന്നിവരെയും, തുലാം രാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിലും, വൃശ്ചികം രാശിക്കാർ നാഗദൈവങ്ങളെയും, ധനുരാശിക്കാർ ഗണപതി നാഗദൈവങ്ങളെയും, മകരം രാശിക്കാർ ചാമുണ്ഡി ഗണപതിയെയും, കുംഭം മീനം രാശിക്കാർ നാഗദൈവങ്ങളെയും ചാമുണ്ഡിയെയും ഗണപതിയെയും കാര്യമായി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. നാഗദൈവങ്ങളെ പൂജിക്കുന്ന സമയത്തും ഗണപതി ഹോമത്തിലും നിങ്ങളുടെ പേരും നാളും കൂടി ഉൾപ്പെടുത്താനായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അവ കുറിച്ചെടുത്ത് പൂജയിൽ ഞാൻ ഉൾക്കൊള്ളിക്കും. നാഗക്ഷേത്രത്തിലോ നാഗപ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിലോ ദർശിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള നിത്യജപത്തിൽ കൂടി പ്രാർത്ഥിക്കാവുന്ന ഒരു ശ്ലോകം കൂടി പറഞ്ഞു തരാം. മൃത്യുഞ്ജയ വിഭൂഷായ രോഗതാപ വിനാശിനെ സർവദുഃഖാവഹാരായ നാഗരാജായ ദേ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ഗണേശ്വര. എല്ലാവർക്കും ദീർഘായുസ്സും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.